പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ മടിയനായൊരു യുവാവ് താമസിച്ചിരുന്നു. എല്ലാ ദിവസവും തൻ്റെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കുന്നതിനു പകരം അപ്രധാനമായ കാര്യങ്ങളിൽ അവൻ സമയം പാഴാക്കും. അവൻ വളരെ വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും പ്രയോജനപ്രദമായ ഒന്നും ചെയ്യാതെ മണിക്കൂറുകൾ പാഴാക്കുകയും ചെയ്തിരുന്നു. അലസത അവൻ്റെ സന്തത സഹചാരിയായി മാറി. അവൻ്റെ മാതാപിതാക്കൾ അവനോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അവൻ മടിയോടെ അത് നിരസിച്ചുകൊണ്ടിരുന്നു. ഉത്തരവാദിത്വമുള്ളവനായിരിക്കാൻ അവർ അവനെ ഉപദേശിച്ചു. പക്ഷേ അവൻ അവരുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അവനോട് എന്തെങ്കിലും ചെയ്യുവാൻ ആവശ്യപ്പെട്ടാൽ അവനത് നാളെ ചെയ്യാം എന്ന് പറഞ്ഞു മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നാളെ എന്നൊരു ദിവസം വന്നതേയില്ല. കാലം കഴിയുന്തോറും അവൻ്റെ സുഹൃത്തുക്കൾ ജീവിതത്തിൽ മുന്നേറാൻ തുടങ്ങുന്നു. അവർ വിജയം കൈവരിക്കുകയും ജോലി കണ്ടെത്തുകയും സ്വന്തം ബിസിനസ്സുകൾ വരെ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ സ്ഥാനം മാറിയതേയില്ല. അവൻ അതേ സ്ഥലത്ത് തന്നെ കുടുങ്ങിയിരുന്നു. മോശം ശീലങ്ങളാണ് തൻ്റെ പുരോഗതിയില്ലായ്മയ്ക്ക് കാരണമെന്ന് അവൻ പതിയെ തിരിച്ചറിയാൻ തുടങ്ങി. പലതവണ അവൻ മാറാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എല്ലായ്പ്പോഴും അവൻ അവൻ്റെ പഴയ വഴിയിലേക്ക് തന്നെ മാറുകയായിരുന്നു. ജീവിതത്തിൽ ഒന്നും ശരിയാക്കാൻ കഴിയില്ലെന്ന ചിന്ത അവനിലുണ്ടായി. അവനൊരു പരാജയമാണെന്ന് തോന്നി തുടങ്ങി. നിരാശയും സങ്കടവും കാരണം ആ യുവാവ് തൻ്റെ വീട് വിട്ട് തന്നെ ആരും അറിയാത്ത ഒരിടത്തേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. ദിവസം മുഴുവൻ നടന്ന് അവസാനം ഒരു വനത്തിനുള്ളിൽ എത്തിച്ചേർന്നു. ക്ഷീണവും വിശപ്പും സഹിക്കാനാവാതെ അവനൊരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ആ കാട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ കുടിൽ അവൻ ശ്രദ്ധിച്ചത്. ആകാംക്ഷയോടെ അവൻ ആ കുടിലിനരികിലേക്ക് നടന്നു. ഒരു സന്യാസി അവിടെ ശാന്തമായിരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ആ യുവാവിനെ നോക്കി അദ്ദേഹം ചോദിച്ചു, "സുഹൃത്തേ, നീ ആരാണ്? ഈ കൊടുങ്കാട്ടിൽ നീ എങ്ങനെയാണ് എത്തിപ്പെട്ടത്?" യുവാവ് ആ സന്യാസിയോട് തൻ്റെ പ്രശ്നങ്ങൾ പറയുവാനായി തുടങ്ങി. താൻ ഒരു പരാജയമാണെന്നും ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയില്ലെന്നും യുവാവ് അദ്ദേഹത്തോട് പറഞ്ഞു. സന്യാസി ക്ഷമയോടെ അവൻ്റെ കഥ മുഴുവൻ കേട്ടു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. സന്യാസി അവന് വെള്ളവും ഭക്ഷണവും കൊടുത്തു. "എൻ്റെ പ്രിയ സഹോദര, നീ ഇത് കഴിക്കൂ. വിശപ്പുള്ളതിനാൽ നിനക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞെന്നു വരില്ല." അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ സന്യാസി അവനോട് പറഞ്ഞു, "ആരും പരാജയപ്പെട്ടവരായി ജനിക്കുന്നില്ല. നമ്മൾ ആരാണെന്നല്ല, മറിച്ച് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ദിവസം ആരംഭിക്കുന്ന രീതി മാറ്റാനാകുമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മാറ്റാനാകും." ആ ചെറുപ്പക്കാരൻ അല്പം ആശ്ചര്യപ്പെട്ടു. അവൻ സന്യാസിയോട് ചോദിച്ചു, "ദിവസം ആരംഭിക്കുന്ന രീതി മാറ്റുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്?" അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "നമ്മുടെ ദിവസത്തിൻ്റെ ആരംഭം നമ്മുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. ശേഷിക്കുന്ന ദിവസം അതനുസരിച്ച് മുൻപോട്ട് പോകും. നമ്മുടെ ദിവസം നന്നായി ആരംഭിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന ദിവസവും വളരെ നന്നായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ദിവസം മോശമായാണ് ആരംഭിക്കുന്നതെങ്കിൽ അത് വലിയ വിപരീത ഫലങ്ങളിലേക്ക് കൊണ്ടുപോകും." അപ്പോൾ അവൻ ആകാംക്ഷയോടെ സന്യാസിയോട് ചോദിച്ചു, "ഗുരുദേവ, എനിക്കെങ്ങനെ എൻ്റെ ദിവസം നല്ല രീതിയിൽ ആരംഭിക്കാനായിട്ട് കഴിയും?" സൗമ്യമായ പുഞ്ചിരിയോടെ സന്യാസി മറുപടി പറഞ്ഞു, "സത്യത്തിൽ ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്. അതിരാവിലെ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക. ഈ ഒരു ശീലം നിന്റെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചേക്കാം." ഒരു പൂവ് വിരിയുമ്പോൾ തേനീച്ചകൾ സ്വാഭാവികമായും അതിനടുത്തേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാക്കിയുള്ള നല്ല ശീലങ്ങളും തനിയെ ഉണ്ടായിക്കൊള്ളും. ഇത് സ്വയം അച്ചടക്കത്തിലേക്കുള്ള ആദ്യ പടിയാണ്. നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്നതിനേക്കാൾ മികച്ചൊരു മാർഗമില്ല. അപ്പോൾ യുവാവ് ചോദിച്ചു, "ഗുരുദേവ, നേരത്തെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് മറ്റ് നല്ല ശീലങ്ങൾ കൊണ്ടുവരുന്നത്?" "നോക്കൂ പുത്ര, നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങുവാൻ തുടങ്ങും. ഇത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും. ഇത് നമ്മളെ കൂടുതൽ ഉണർവുള്ളവരാക്കും. മാത്രമല്ല ദിവസങ്ങളിലെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ആരോഗ്യം നമുക്കുണ്ടാകും.
ഇത് സ്ഥിരമായി ശീലിച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ ചിട്ടയോടെയും അച്ചടക്കത്തോടെയും മാറും. നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കമുണ്ടാകുമ്പോൾ അലസത, മാറ്റിവെക്കുന്ന ശീലം എന്നിവ പതുക്കെ അപ്രത്യക്ഷമാകും. സന്യാസി തുടർന്നു, നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ലോകം തിരക്കിലാവുന്നതിനു മുന്നേ തന്നെ നമുക്കൊരു തുടക്കം കിട്ടുന്നു. നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കാനും വ്യക്തമായ ഉദ്ദേശങ്ങൾ സജ്ജീകരിക്കാനും പ്രാധാന്യമുള്ള ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് പലപ്പോഴും ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം പ്രഭാതം ശാന്തവും മാത്രമല്ല, നമ്മുടെ ചിന്തകൾ വ്യതിചലിക്കുകയുമില്ല. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ജോലികൾ ചെയ്യുവാനുള്ള മികച്ച സമയമായി പ്രഭാതത്തെ കണക്കാക്കുന്നു. അതിരാവിലെയാണ് ജീവിതത്തിലെ ഏറ്റവും സമാധാനപരമായ സമയമായി കണക്കാക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ രാവിലെ പഠിക്കുന്നതെന്നും വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം ആ സമയത്ത് മനസ്സ് കൂടുതൽ സ്വീകാര്യമാണ്. ലോകത്തെ എല്ലാ മതങ്ങളിലും സംസ്കാരങ്ങളിലും ഈ ഒരു സമയത്തെ വളരെ പവിത്രമായി തന്നെ കണക്കാക്കുന്നു. സന്യാസി പറയുന്ന കാര്യങ്ങൾ ആ യുവാവ് വളരെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. ഇതെല്ലാം കേട്ട് അവൻ പറഞ്ഞു, ഗുരുദേവ, ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പരാജയപ്പെടുന്നു. അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, പുത്ര, ആദ്യം നിനക്കിത് ഒരു വെല്ലുവിളിയായേക്കാം. പക്ഷേ ഒരിക്കൽ നീ ഇത് ശീലമാക്കിയാൽ നിന്റെ ശരീരം സ്വാഭാവികമായും ആ സമയത്തുണരും. തുടക്ക സമയങ്ങളിൽ ഒരു അലാറം വയ്ക്കുക. അലാറം അകലത്തിലായിരിക്കണം, കാരണം നീ എഴുന്നേറ്റ് വേണം അതിൻ്റെ പ്രവർത്തനം നിർത്താൻ. ഒരിക്കൽ നീ കിടക്കയിൽ നിന്നെഴുന്നേറ്റാൽ വീണ്ടും ഉറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. സന്യാസി പറഞ്ഞു, ഇപ്പോൾ നീ വീട്ടിലേക്ക് മടങ്ങുക. നിന്റെ മാതാപിതാക്കൾ നിന്നെക്കുറിച്ചോർത്ത് ആശങ്കയിലായിരിക്കും. നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം നിന്റെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുമെന്ന് നീ എപ്പോഴും ഓർക്കുക. താമസിയാതെ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. സന്യാസിയുടെ വാക്കുകൾ അവന് ഊർജം നൽകി. ആദരപൂർവ്വം അവൻ സന്യാസിയെ വണങ്ങി സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുക. ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നാടകീയമായ മാറ്റങ്ങൾ വരുത്തുകയും നമ്മളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.